കഴിഞ്ഞ വർഷത്തെ ഓണത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു പൂക്കളം ഇട്ടത്. അന്നത്തെ 2 വയസ്സുകാരിയാണ് ഈ നിൽക്കുന്നത്. ഇന്നിതിപ്പോ 3 വയസ്സുകാരിയാവാൻ പോകുന്ന നന്നുപ്പൂ. വർഷങ്ങൾ എത്ര പെട്ടെന്നാ പോകുന്നേ. അന്നേ ദിവസം തിരുവോണത്തിന് സദ്യ ഒരുക്കി. അതിന്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ ഞാൻ വിട്ടുപോയി, അല്ലെങ്കിൽ കാണിക്കാറ്. അന്നെല്ലാം കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാവരും സ്റ്റാറ്റസും വീഡിയോസും എല്ലാം ഷെയർ ചെയ്തിരിക്കുന്നു. ഓണം സ്റ്റൈലിൽ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ഞാനൊന്നുമേ ചെയ്തില്ല. എനിക്കെന്തോ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി അവിട്ടം. അന്നും സദ്യ ഒരുക്കി. അന്നത്തെ അടപ്രഥമൻ അമ്മയാണ് ഉണ്ടാക്കിയത്, ബാക്കിയെല്ലാം ഞാൻ. 2 ദിവസം ഫുഡ് അടിയല്ലാതെ വേറൊന്നും പ്ലാനിലില്ലാത്തത് കൊണ്ട് പെട്ടെന്നൊരു പ്ലാൻ ഇട്ടു. അപ്പച്ചിയും കൂട്ടി പപ്പയും ഞാനും കുഞ്ഞുമായിട്ട് സിനിമയ്ക്ക് പോവാം. പെട്ടെന്നുള്ള തീരുമാനത്തിന് ടിക്കറ്റ് കിട്ടണമെന്നില്ലല്ലോ, പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ തിയേറ്റർ ആയിരുന്നു. സോ ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ടിക്കറ്റ് അവർ അറേഞ്ച് ചെയ്തു തന്നു. സത്യൻ അന്തിക്കാടിൻ്റെ ഹൃദയപൂർവ്വം. റിവ്യൂ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തതിലും എനിക്കിഷ്ടമായി. നല്ല എൻഗേജിങ് ആയിട്ടുള്ളൊരു മൂവിയായിരുന്നു. സമയം പോയത് അറിഞ്ഞില്ല. റിലാക്സ് ചെയ്ത് മനസ്സിന് നല്ലൊരു സമാധാനം തോന്നി ആ ഒരു സിനിമ കണ്ടപ്പോൾ. നന്നു ഇടയ്ക്കൊന്ന് ഉണർന്നിട്ട് പോപ്കോണും കഴിച്ചിട്ട് വീണ്ടും ഉറക്കായി. എന്തോ സിനിമ കണ്ടിറങ്ങിയപ്പോൾ നല്ലൊരു സന്തോഷവും ഒരു ചേഞ്ചും എല്ലാം ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി സുഖമായിട്ട് കിടന്നുറങ്ങി. അടുത്ത ദിവസം ചതയാണ്, തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോരണം.